ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ രാധിക അവിടെ ലേബർ റൂമിൽ അപ്പോൾ തരുണും അമ്മയും കൂടി അവിടെ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നു. ആ സമയത്ത് നമ്മുടെ വേദ ചെന്ന അമ്മയെ സമാധാനിപ്പിക്കുക കൂടെ ഇരുന്ന്. അമ്മയാണെങ്കിൽ ആകെ തകർന്നിരിക്കട്ടെ, അതുപോലെ തന്നെ തരുണും. ഈ സമയം കൊണ്ട് നമ്മുടെ കമലമ്മയെ നോക്കിയിട്ട് ഐസിയുവിൽ നിന്ന് ഇറങ്ങി വരികയാണ് അച്ഛൻ. മക്കളിങ്ങനെ ചുറ്റിനും നിൽപ്പുണ്ട്. അപ്പോൾ നന്ദിനി ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുക. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പം വെന്റിലേറ്ററിലേക്ക് മാറ്റിയെന്ന് ഇങ്ങനെ പറയാം അച്ഛൻ. അയ്യോ, അപ്പോൾ ബോധവും വെളിവൊക്കെ പോയോ ഒന്ന് നന്ദിനി എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തേക്ക് വിനായകൻ നോക്കുക കേട്ടോ. എല്ലാവരെയും പല പല സ്ഥലത്തേക്ക് പറഞ്ഞയച്ചതുകൊണ്ട് അവസാന കാലത്ത് നോക്കാനോ മിണ്ടാനോ കാണാനോ പറ്റാണ്ടായി എന്ന് പറഞ്ഞപ്പം അതേതായാലും നന്നായെന്ന് പറഞ്ഞു അച്ഛൻ. ബോധം പോകുന്നതിന് മുൻപ് അത്ര കുറച്ചേ അവൾ വേദനിച്ചിട്ടുണ്ടാവത്തുള്ളൂ എന്ന് മാഷ് പറയും ആ സമയത്ത്. വിശ്വ അച്ഛാ, എന്നാച്ചാ അറിയിക്കേണ്ടവരോടൊക്കെ ഒന്ന് പറഞ്ഞേക്കാനായിട്ട് മാഷ് പറയുക കേട്ടോ. അത് കേട്ടപ്പോഴത്തേക്ക് ഇവർക്ക് ആകെ വല്ലാണ്ടായി. അമ്മയ്ക്ക് ഇനി അധികകാലം ഇല്ല എന്ന് മാഷ് ഇവരോട് പറയപ്പോഴത്തേക്ക് ശ്രീജ കരയുന്നു. അയ്യോ ആദ്യം അറിയിക്കേണ്ടത് വിക്രമനെ അല്ലേ എന്ന് നന്ദിനി ചോദിച്ചു. അല്ല, അറിയുമ്പോൾ അവൻ വേദനിക്കുമെന്നുള്ളത് ശരിയാ, പക്ഷെ എന്നായാലും വേദനിക്കേണ്ടതല്ലേ എന്ന് നന്ദിനിയുടെ ഒരു ചോദ്യം. അത് കേട്ടപ്പോൾ നന്ദിനി, ജപ്തി ഒഴിവാക്കാനുള്ള പണം കയ്യിലുണ്ടായിരുന്നിട്ടും അത് തരാൻ മനസ്സില്ല എന്നും പറഞ്ഞ് നീ ഇവൻ്റെ കൈ പിടിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവളോട് പണമൊന്നും വേണ്ട എന്ന് പറ, അവസാനം വരെ കൂടെ നിന്നാൽ മാത്രം മതി എന്ന് കരഞ്ഞു പറഞ്ഞ ആളാണ് ആ അകത്ത് കിടക്കുന്നത് എന്ന് മാഷു പറയാട്ടോ. അപ്പം ഞാൻ നോക്കി നിൽക്കുക നന്ദിനി. അവളുടെ ശരീരമേ അനങ്ങാതായിട്ടുള്ളൂ, മനസ്സിനിപ്പോഴും കണ്ണും കാതും എല്ലാം ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. അവളൊന്നും അറിയില്ല എന്ന് നീ വിചാരിക്കരുതെന്നും ആ മനുഷ്യന് നന്ദിനിയോട് പറയുക. അവസാന ശ്വാസവും കഴിഞ്ഞ് മുകളിലോട്ട് പോകാൻ നേരത്ത് അറിഞ്ഞ് ശപിക്കാനേ അവൾക്ക് അറിയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാവും നീ ഇവിടെ വന്നപ്പോൾ മുതൽ മുന വെച്ചിങ്ങനെ സംസാരിക്കുന്നതല്ലേ എന്ന് മാഷി ചോദിച്ചു കേട്ടോ. അത് ശാന്തമായി പൊക്കോട്ടെ നന്ദിനി, ഈ നേരത്തെങ്കിലും അതിനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ഉപേക്ഷിക്കാൻ നോക്കാനും ആ മനുഷ്യൻ ആ നന്ദിനിയോട് പറയുക. അങ്ങനെ അതും പറഞ്ഞ് ശ്രീജയെ നിന്റെ മകളെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു. അവസാന ശ്വാസം പോകുന്നതിന് മുൻപ് അവൾ അച്ചമ്മയൊന്ന് ജീവനോടെ കണ്ടോട്ടെ എന്ന് മാഷു പറയുക. കാണേണ്ടവർക്ക് അകത്ത് കയറി കാണാമെന്ന് മാഷു പറയുവാണ്. ഓരോരുത്തരായി മാത്രമേ അകത്ത് കയറാൻ പാടുള്ളൂ എന്നും പറഞ്ഞു. അങ്ങനെ മനസ്സിനെ കല്ലാക്കി അച്ഛൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ശ്രീജ ചങ്കുപൊട്ടിക്കരയാ, വിശ്വനും ഒക്കെ. അങ്ങനെ അവരെല്ലാവരും അവിടെ ആ ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഈ സമയം പിന്നെ കാണിക്കുന്നത് വേദയുടെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോഴത്തേക്ക് ആ നേഴ്സ് ലേബർ റൂമിൽ നിന്ന് ഇറങ്ങി വരുക കേട്ടോ. അപ്പോൾ തരുൺ സാർ എങ്ങോട്ട് പോയതാണെന്ന് ചോദിച്ചാൽ ആ നേഴ്സ്, അതുപോലെ രാധികമോള് സ്ഥിരമായിട്ട് പോകുന്ന ഒരു ഹനുമാൻ കോവിലുണ്ടേ, അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിക്കാൻ പോയതാണെന്ന് പറഞ്ഞു കേട്ടോ അമ്മ. ചിലപ്പോൾ വല്ല മിറാക്കിളും സംഭവിച്ചാലോ എന്നാണ് പറയണമെന്ന് പറഞ്ഞപ്പം അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ആ നേഴ്സ്. വേദയോട് മുറിയിൽ പോയി ഇരിക്കാൻ ഡോക്ടർ പറഞ്ഞായിരുന്നല്ലോ, ഇവിടെ ഇങ്ങനെ ഇരിക്കണ്ടെന്നാ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞപ്പം അതെ മോളെ ശരിയാ, നീ മുറിയിൽ പോയിരുന്നു, ചെല്ല്, ഇനി അതൊരു പ്രശ്നമാവണ്ട, നീ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ വേദയെ നിർബന്ധിച്ച് അവർ റൂമിലേക്ക് പറഞ്ഞാക്കുന്നു. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വന്നോളാമെന്നും അമ്മ പറയണേ. അങ്ങനെ വേദയെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു. ഇതേ സമയത്ത് തരുണാണെങ്കിൽ എൻ്റെ ഹനുമാൻ്റെ അമ്പലത്തിൽ പോയി മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നു. ഈ സമയം വേദ റൂമിലേക്ക് പോകുമ്പോൾ കുറച്ച് ഗുണ്ടകൾ വന്നിങ്ങനെ അവിടുത്തെ ജോലിക്കാരോടൊക്കെ എന്തൊക്കെയോ ചോദിക്കുന്നതൊക്കെ വേദ കണ്ടു. വേദ ഇങ്ങനെ ഒളിച്ച് നിൽക്കുക. അപ്പോഴത്തേക്കും ഈ അവിടുത്തെ ജോലിക്കാർ നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ കണ്ടു എൻ്റെ പണി പോകുമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറയാപ്പോഴത്തേക്കും അവർ മുഖമൊക്കെ മറിച്ചിങ്ങനെ നിൽക്കാം. അപ്പോൾ പറഞ്ഞ പൈസ അക്കൗണ്ടിൽ വീണു, അതുകൊണ്ടാണ് ഞാൻ ഈ നെറുകെട്ട പണിക്ക് സമ്മതിച്ചു പോയത്, പറ ശരിക്കും ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ താൻ ഇവിടുത്തെ രജിസ്റ്ററൊക്കെ നോക്കിയായിരുന്നോ എന്ന് ചോദിച്ചു. അതൊക്കെ നോക്കിയായിരുന്നു ഞാൻ, പക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ വേദാവിക്രം എന്ന പേരുള്ള ഒരാൾ ഇവിടെ ഇല്ല എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ വേദ കേൾക്കുവാണ് ഈ ഗുണ്ടകൾ അന്വേഷിക്കുന്നതും കാര്യങ്ങളും ഒക്കെ. പക്ഷെ വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്രസവത്തിന് അഡ്മിറ്റ് ചെയ്ത ഒരാളുടെ പേരിൽ പിന്നീട് തിരുത്തിയിട്ടുണ്ട്, പക്ഷെ മുൻപ് ഏത് പേരായിരുന്നു എന്നുള്ളത് അറിഞ്ഞിട്ടില്ല എന്ന് പറയാം. ഇതിൽ കൂടുതൽ ഇൻഫർമേഷൻ ഇനി കിട്ടാനില്ല എന്ന് പറഞ്ഞു. പക്ഷെ താൻ മറ്റൊരു കാര്യം കൂടി ചെയ്യണം. ഇതാണ് വേദ വിക്രം എന്ന് പറയുന്ന ആളെന്ന് പറഞ്ഞു വേദയുടെ ഫോട്ടോ വരെ കാണിച്ചു കൊടുക്കുക. അതെല്ലാം വേദ അപ്പുറം നിന്ന് കാണും കേട്ടോ. പേടിച്ച് വിറച്ച് നിൽക്കുന്നു. ഇവരിവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണം. അപ്പം അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. അതെന്താ, ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡോക്ടറെ നേഴ്സിനെ അല്ലാതെ മറ്റാരെയും കടത്തി വിടാറില്ല എന്ന് പറഞ്ഞു. പുറത്തുനിന്നുള്ളൊരു ആംബുലൻസ് ഡ്രൈവറെ അകത്തേക്ക് പോലും അവർ കയറ്റില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും അത് ചെയ്താലേ പറ്റുമെന്നു. അപ്പോൾ സാറേ ഞാൻ പരിശ്രമിക്കാമെന്നേ പറയാൻ പറ്റൂ, ഇതങ്ങനെ പുറത്തറിഞ്ഞ് അകത്ത് കിടക്കേണ്ടി വരും ഞാനെന്ന് ഈ മെയിൽ നേഴ്സ് പറയാം. അപ്പോൾ താൻ ശ്രമിക്കുക, പുറത്തറിയാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് ഇവന്മാർ പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി താൻ ചെല്ല എന്നും പറഞ്ഞിങ്ങനെ അവന്മാർ അയാളെ പറഞ്ഞു വിട്ടു.
അപ്പോൾ വേദയുടെ തൊട്ടടുത്ത് വന്ന് നിന്നതിൽ ഒരുത്തൻ ഇങ്ങനെ ഫോൺ വിളിക്കുക കേട്ടോ. അപ്പോൾ വേദ ഇങ്ങനെ മുഖം ഇങ്ങനെ ഷോൾ കൊണ്ട് പൊത്തി ഇങ്ങനെ നിൽക്കുവാണേ. ഇവന്മാർ കാണാതെ പേടിച്ച് വിറച്ച് ഇങ്ങനെ നിൽക്കുക. ഹലോ ശ്രീകാന്ത് സാർ, ആളുള്ള സ്ഥലം ഏതാണ്ട് പിടികിട്ടിയിട്ടുണ്ട്. 1-2 ദിവസത്തിനകം കാര്യങ്ങൾക്കൊരു തീരുമാനമാകും. ശരി എന്നും പറഞ്ഞുകൊണ്ട് അവന്മാർ ഫോണും കട്ട് ചെയ്തു. അപ്പോൾ വേദയ്ക്ക് മനസ്സിലായി ശ്രീകാന്ത് എന്ന ദുഷ്ടൻ പിന്നാലെ തന്നെ ഉണ്ടെന്ന്. അങ്ങനെ അപ്പോഴത്തേക്കും നമ്മുടെ വേദയ്ക്ക് പെയിൻ വന്നു, ഭയങ്കര വേദന. ആ സമയത്ത് നേഴ്സ് ഇത് കണ്ടു, ഓടി നേഴ്സ് അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. പിന്നെ വീൽ ചെയറിൽ കയറ്റി നമ്മുടെ വേദയും കൊണ്ട് പോവുകയാണ് ലേബർ റൂമിലേക്ക്. അതിനുശേഷം പിന്നെ നമ്മുടെ രാധിക എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയും അതുപോലെ ലേബർ റൂമും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്കും അമ്മ അങ്ങോട്ടേക്ക് കയറി ചെന്നു. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു, മേഡം അങ്ങ് മാറി നിന്നോളൂ. ഡോക്ടർ എന്നെ മോൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അങ്ങനെ രാധിക ഭയങ്കര കരച്ചിൽ. അപ്പം ഞാൻ എങ്ങനെയാണ് ഡോക്ടറെ? അപ്പോൾ അങ്ങനെ നമ്മുടെ രാധികയെ തിയേറ്ററിലേക്ക് മാറ്റാനായിട്ട് പറഞ്ഞു. അപ്പോഴേക്കും ആ വേദ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ അമ്മ ഇത് കണ്ടു, അയ്യോ അത് വേദയല്ലേ? അപ്പോൾ വേദ ഭയങ്കര കരച്ചിൽ, വേദന കൊണ്ട് പൊളയുവാണ്. അങ്ങനെ പെട്ടെന്ന് രാധികയെ ഹോസ്പിറ്റലിലേക്ക് വെക്കാം. അപ്പോൾ ഈ അമ്മ ഓടി വേദയുടെ അടുത്തേക്ക് ചെന്നു. രാധികയെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി, മോളെ അമ്മയൊന്നും അങ്ങോട്ട് ചെല്ലട്ടെ കേട്ടോ മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഒന്നും സംഭവിക്കില്ല കേട്ടോ, ധൈര്യമായിട്ടിരിക്കുന്നു പറഞ്ഞാൽ അമ്മ വേദയ്ക്ക് ധൈര്യം കൊടുത്തിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. പിന്നെ വേദ ലേബർ റൂമിൽ. ആ സമയത്ത് അവിടെ നമ്മുടെ രാധികയ്ക്ക് ഓപ്പറേഷൻ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്യുവാണ്. അങ്ങനെ രാധികയെ പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു പരിശോധനകൾക്കിടയിൽ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് അവിടെ വെച്ച് നമ്മുടെ രാധികയും കുഞ്ഞും പോയി. ആ കാഴ്ച അമ്മ കണ്ടുകൊണ്ട് നിൽക്കും. അത് കണ്ട അമ്മ നടുങ്ങിപ്പോയി കേട്ടോ. അങ്ങനെ പ്രതീക്ഷകളെല്ലാം വിഫലമായിട്ട് രാധിക ജീവിതത്തോട് കുഞ്ഞുമായിട്ട് തന്നെ വിട പറഞ്ഞു. ഈ സമയത്ത് ആ ഒരു ഹോസ്പിറ്റൽ വരെ തകർന്നു പോയി. അവിടെ ഉണ്ടായിരുന്ന സകല നേഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ. അപ്പോൾ അവർക്കൊന്നും പറയാനില്ല. അവരിങ്ങനെ മൗനം പാലിച്ച് നിൽക്കുമ്പോഴത്തേക്ക് ആ അമ്മ രണ്ടുപേരും അപ്പോൾ എന്നിങ്ങനെ ഒരു മൂളി. അമ്മ രാധികയെ കെട്ടിപ്പിടിച്ച് ചങ്കു പൊട്ടി കരയോ. ഈ സമയത്തിന് വേദയ്ക്ക് അവിടെ പ്രസവവേദന ഭയങ്കര ഇതാ. പ്രസവവേദനയുടെ ഇടയിലും രാധികയുടെ കാര്യം അറിയാനായിട്ടുള്ള ആ ഒരു തിടുക്കത്തിലാണ് നമ്മുടെ വേദ. അപ്പോഴത്തേക്കും ആ നേഴ്സ് അങ്ങോട്ടേക്ക് വന്നു. രാധികയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ വേദ ഇരിക്കുക, ഞാൻ പറയാം എന്ന് പറയാം കേട്ടോ. പറ സിസ്റ്റർ എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മയും കുഞ്ഞും പോയി എന്നുള്ള കാര്യം ആ നേഴ്സ് വേദയോട് പറയുന്നു. അത് കേട്ടപ്പോഴത്തേക്കും വേദയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. വേദ ചങ്കു പൊട്ടി കരയും അവിടെ ഇരുന്ന്. ആ അമ്മ അവിടെ ചങ്കു പൊട്ടി കരയുന്നു. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ അവിടെ ഇങ്ങനെ നടക്കുക കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജയിലിൽ നമ്മുടെ വിക്രം അവിടെ തൂത്ത് വൃത്തിയാക്കി അതുപോലെ തൻ്റെ തുണികളൊക്കെ കഴുകി വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോഴത്തേക്ക് ആ വാർഡൻ സാർ അങ്ങോട്ടേക്ക് വന്നു. സാർ, അതെ, ഇന്ന് ടൗണിൽ ഒരു ആവശ്യമുണ്ട്, പറ്റുവാണെങ്കിൽ ജില്ലാ ജഡ്ജി ശങ്കരനാരായണനെ കാണാൻ ശ്രമിക്കാൻ കേട്ടോ എന്ന് പറയാം. വീട്ടിലെ കാര്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കാവല്ലോ. അപ്പോൾ വളരെ സന്തോഷമുണ്ട് സാർ എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തോട് നമ്മുടെ വിക്രം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അങ്ങ് പോയി. പിന്നെയും വിക്രം തൻ്റെ ജോലികളും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് അവിടെ പോയിരുന്ന സ്വയം ഓർത്ത് കരയുക. അപ്പം അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന വിക്രത്തിൻ്റെ അടുത്തേക്ക് ഇതേ വരുന്നു ഒരുത്തൻ വന്നിട്ട് വിക്രത്തെ ചുമ്മാ ചൊറിയാൻ നോക്കുക. അപ്പോൾ വിക്രവന്മാരെ ഇങ്ങനെ നോക്കി. അവൻ്റെ നോട്ടം കണ്ടില്ലേ, എന്താണ് നിനക്കൊരു ബലം എന്ന് ചോദിച്ചുകൊണ്ട് അവന്മാർ ചൊറിയാൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നീ എന്താ മിണ്ടത്തില്ലേ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും വിക്രത്തെ ഇവന്മാർ ഉപദ്രവിക്കും എന്നുള്ള കാര്യം വിക്രത്തിന് മനസ്സിലായി. വിക്രത്തെ എന്നിട്ട് ഇവന്മാർ കുതികാല് ചവിട്ടി വീഴ്ത്താൻ നോക്കി. വിക്രം പോയി വീണു. പക്ഷേ സട കുടഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും ചുറ്റിനുമുള്ള ആൾക്കാരെല്ലാം ഇത് കണ്ടു. വിക്രത്തെ തീർക്കാൻ തന്നെ വന്നതാണെന്ന് വിക്രത്തിന് മനസ്സിലായി. കുറേ പേര് കൂടി വിക്രത്തെ പിടിച്ചങ്ങ് വെക്കുക. പക്ഷേ വിക്രം ഇവന്മാരെ എല്ലാവരെയും തോൽപ്പിച്ച് ചാടി അങ്ങ് എഴുന്നേറ്റു. പിന്നെ അവിടെ ഒരു 1-1.5 അടി ഇടിയും പിടിയും ചവിട്ടും കുത്തൊക്കെ ആയിരുന്നു. അങ്ങനെ വിക്രത്തിനെ തോൽപ്പിക്കാൻ വന്നവന്മാരെ വിക്രം തീർത്തു. ഈ സമയത്ത് വിക്രത്തിൻ്റെ കൈക്കിട്ട് ഒരുത്തൻ കൊടുത്തു. അപ്പോഴത്തേക്കും വിക്രത്തിന് ചെറുതായിട്ടൊരു ഇത്. അപ്പോൾ അടുത്തവൻ വന്ന് വിക്രത്തെ ചവിട്ടി വീഴ്ത്തി. അങ്ങനെ വിക്രത്തെ ഇവന്മാർ കൊല്ലാനായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കുറേയൊക്കെ വിക്രം പ്രതിരോധിച്ചു നിന്നു, പക്ഷെ നടന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ രാധികയുടെ അരികിൽ നിന്ന് അമ്മ വേദയുടെ അരികിലേക്ക് വന്ന് വേദയുടെ കൈ പിടിച്ച് ചങ്കു പൊട്ടി കരയാം. എനിക്കിത് താങ്ങാനാവുന്നില്ലല്ലോ മോളേന്നും പറഞ്ഞു ഭയങ്കര കരച്ചില്ല. അപ്പോഴത്തേക്കും ഡോക്ടറൊക്കെ അങ്ങോട്ട് വന്നു. തരുണിനോട് ഞാനിത് എങ്ങനെ പറയുമെന്ന് ചോദിക്കാം അമ്മ. അപ്പോഴത്തേക്കും ഡോക്ടർ വന്നിട്ട്, മേഡം ആ കുട്ടിയോട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും അമ്മ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ഡോക്ടറെ എന്ന് പറയാം കേട്ടോ. എൻ്റെ സങ്കടം പറയാൻ ആരും ഇല്ലാതായി പോയതുകൊണ്ടാണെന്നും പറഞ്ഞാൽ അമ്മ വന്നിങ്ങനെ ആ ഡോക്ടറോട് പറയാം. അപ്പോൾ അത്രയും പറഞ്ഞിട്ട് ആ ഡോക്ടർ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പോഴത്തേക്ക് അമ്മ ഭയങ്കര കരച്ചിൽ. മേഡം നമുക്ക് പുറത്തിരിക്കാമെന്ന് പറഞ്ഞ് നേഴ്സ് വിളിച്ചുകൊണ്ട് പോകുക കേട്ടോ. ഈ സമയത്ത് വേദയ്ക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല. വേദയാണെങ്കിൽ ചങ്ക് പൊട്ടി കരയുന്നു. ആ അമ്മ പോകുമ്പോൾ വേദ അമ്മയുടെ കയ്യിൽ പിടിച്ചിങ്ങനെ നിർത്തുക പോകാതിരിക്കാൻ. പക്ഷേ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് അമ്മയ്ക്ക് പോയല്ലേ പറ്റുള്ളൂ. ആ അമ്മ എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി കേട്ടോ. വേദയാണെങ്കിൽ ഭയങ്കര കരച്ചിൽ. ഈ സമയത്ത് അവിടെ സുധാകരൻ മാഷ് ഫോൺ എടുത്ത് നമ്മുടെ ശങ്കരനെ വിളിച്ചു.
അപ്പം മാഷേ ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം സാറിന് ജയിലറെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം ജയിലിൽ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല, പുറത്തു പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന കാര്യം പറഞ്ഞു. മൊബൈൽ ഫോൺ ഓഫ് ആണെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറയാം. എത്രയും പെട്ടെന്ന് അവനെ ഇവിടെ എത്തിക്കണം സാറേ എന്ന് പറയാം. ആ മെടുപ്പ് നിൽക്കുന്നതിന് മുൻപെങ്കിലും അവൻ അവളെ ഒന്ന് കണ്ടോട്ടെ എന്ന് മാഷ് പറയുമ്പോൾ മാഷൊന്ന് പേടിക്കാതിരിക്കുക, വിക്രത്തെ കൊണ്ടുവരാനുള്ള എല്ലാ പ്രൊസീജിയേഴ്സും നമുക്ക് ചെയ്യാം, ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാം. ആദ്യം ആൻഡ്രൂസിനെ ഒന്ന് കിട്ടിക്കോട്ടെ, അതാവുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. അല്ലെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് ജയിൽ സൂപ്രണ്ടിനെ കാണാം, എന്താ? അപ്പം ശരി സാറെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഈ നന്ദിനി അവിടെ നിന്ന് വിനായകനോട്, വലിയ വായിൽ നിങ്ങളുടെ അച്ഛൻ എൻ്റെ നാവിനെ പറ്റി പറഞ്ഞല്ലോ, എന്നിട്ട് നിങ്ങളുടെ അമ്മ മരിക്കാൻ പോവുകയാണെന്ന് ആളുകളെ വിളിച്ചറിയിക്കാനായിട്ട് നിങ്ങളുടെ ചേട്ടനോടല്ലേ പറഞ്ഞതെന്ന് നന്ദിനി വിനായകനോട് കുശുമ്പ് പറഞ്ഞു കൊടുക്കുക. അതാ പറഞ്ഞത്, അച്ഛൻ നിങ്ങളെ മക്കളുടെ കൂട്ടത്തിൽ പെടുത്തിയിട്ടേയില്ല. വീട്ടിലെ ഗുണ്ടയ്ക്കും കുഴിമടിയനും എന്നും ഫുൾ മാർക്ക്. എന്തെങ്കിലും ചെയ്ത് എപ്പോഴെങ്കിലും 4 കാശ് കൊണ്ടു കൊടുത്താൽ നിങ്ങൾക്ക് ആന മുട്ട. നിനക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് വിനായകൻ ചോദിച്ചു. ഞാനെന്താടി ആൾക്കാരെ വിളിച്ച് അറിയിക്കണം? എന്നാൽ ആദ്യം നിന്റെ വീട്ടുകാരെ തന്നെ വിളിച്ച് അറിയിക്കാം. അയ്യോ അതൊന്നും വേണ്ടായേ, അവരെങ്ങാനും വന്ന് കണ്ടതിന് ശേഷമാണ് ജീവൻ പോകുന്നതെങ്കിലേ ഇനി ആ കുത്തുവാക്ക് കൂടി ഞാൻ കേൾക്കേണ്ടി വരുമെന്ന് നന്ദിനി പറയാം. എല്ലാം കഴിയുമ്പോൾ പറയേണ്ട സമയത്ത് ഞാൻ പറഞ്ഞോളാമെന്ന് നന്ദിനി. ഇപ്പോഴത്തേക്ക് ശ്രീജ അകത്ത് പോയി അമ്മയെ കണ്ടിട്ട് ഇറങ്ങി വന്നു. കരഞ്ഞുകൊണ്ട് ഇങ്ങനെ വരുക കേട്ടോ. ഇവരോട് ആരോടും ഒന്നും മിണ്ടിയില്ല. നന്ദിനി വിഷം തുപ്പിക്കൊണ്ട് അവിടെ നിൽക്കുക. ആ സമയത്ത് വിശ്വൻ്റെ അടുത്തേക്ക് ശ്രീജ വന്നു. വിശ്വേട്ടാന്നും പറഞ്ഞ് ഭയങ്കര കരച്ചില്ല. ശരിക്കും സങ്കടം വന്നിട്ടൊന്നുമല്ല, സ്നേഹമുള്ള മരുമകളാണെന്ന് ആൾക്കാരെ കാണിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള കാട്ടായമാണെന്ന് ഈ നന്ദിനി പറയാം. ഇനി ഞാനായിട്ട് ആ ചടങ്ങ് കഴിച്ചില്ലെന്ന് വേണ്ട, പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുമ്പം അത്രയ്ക്കൊക്കെ വേണോടി, പേടിക്കണ്ട, നിങ്ങളുടെ അമ്മയുടെ ജീവൻ പോകാൻ ഞാൻ കാരണമാവില്ല എന്ന് നന്ദിനി. അങ്ങനെ അതും പറഞ്ഞതേ നന്ദിനി അകത്തേക്ക് കയറി പോയി അമ്മയെ കാണുക. അപ്പം അമ്മ ഇങ്ങനെ കിടക്കുക, ഒരു ചെറിയതുണ്ട്. എത്രയും പെട്ടെന്ന് ഈ കിടപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ അമ്മയെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നന്ദിനി ചെന്നിട്ട് പറയണേ. ഈശ്വര ഗുരുവായൂരപ്പ, ഞാൻ എന്തു പറഞ്ഞാലും തെറ്റായി ഇവിടെയുള്ളവർ കണക്കാക്കത്തുള്ളൂ. പക്ഷെ ഇപ്പറയുന്നത് മനസ്സിൽ ഒരു കളങ്കവും ഇല്ലാതെയാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതിരുന്ന സ്ത്രീയാണ്. മരിക്കുന്ന സമയത്ത് അതിനെ ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്തരുതേ. പൊതുവേ ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ തലയിൽ ഭീമമായ ഒരു ആശുപത്രി ബില്ല് കൂടി കെട്ടിവെക്കരുതേ ഭഗവാനേ എന്നും പറഞ്ഞിങ്ങനെ നന്ദിനി അവിടെ നിന്ന് ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാം മംഗളമായി അവസാനിക്കും അമ്മേ, നിത്യശാന്തി ഉണ്ടാവട്ടെ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുവാട്ടെ ഈ നന്ദിനി. ആ സമയത്ത് അവിടെ നമ്മുടെ കമലയ്ക്ക് വയ്യാതെയായി. കമല പെട്ടെന്ന് ഫിക്സ് വീണ്ടും വന്നു. അപ്പോഴത്തേക്കും നേഴ്സ് വന്ന് ഇത് കണ്ടു. നേഴ്സ് വന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് ഡോക്ടറെ വിളിച്ചു. ഭയങ്കര സീരിയസ് ആണ്, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നന്ദിനി കണ്ട് ഇറങ്ങുകയും ചെയ്തു. കമലയ്ക്ക് ഈ ഒരു അവസ്ഥ വരികയും ചെയ്തു. അപ്പോൾ ഇനി അത് നന്ദിനിയുടെ തലേ വരുമോ എന്നുള്ള ഒരു പേടിയിലാണ് നമ്മുടെ നന്ദിനി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.